മിനിറ്റ് കഴിഞ്ഞതും അവർ വന്നിട്ട് ഇവരത് പറഞ്ഞു ഒരു 10 മണിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവരക്ഷിക്കായിരുന്നു. നേരം വൈകി പോയി, ഹാർട്ട് ബീറ്റ് നിന്ന് പോയിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്ത് ഞാനും സാധാരണ കുട്ടി 2 മക്കളും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ മീന ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താണ് ഹാർട്ട് ബീറ്റ് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിന്റെ ഹാർട്ട് ബീറ്റ് നിന്നോ ഞാൻ ചോദിച്ചു. അപ്പൊ അതെന്താണ് അങ്ങനെ നിൽക്കാൻ കാരണം ഞാൻ പറഞ്ഞപ്പോ അവർ രണ്ടാളുടെ ഹാർട്ട് ബീറ്റ് വട്ടാമ്പി ഹോസ്പിറ്റലിൽ സ്ട്രെച്ചറിൽ കയറ്റുമ്പോ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാ അവരങ്ങോട്ട് കൊണ്ടുപോയത്? കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. അത്രയും ദിവസം വേല സഹിച്ചു, ഇതോളം വേല സഹിച്ചു. എന്നിട്ട് എന്താ DM എന്താ പറഞ്ഞത്? വേദന വന്നിട്ടില്ല, പെയിന് വന്നിട്ടില്ലാന്ന്. പെയിന് വന്നിട്ട് അത്രയും ദിവസം എന്റെ താത്ത വേദന സഹിക്കുന്ന വീഡിയോ ഞാൻ ഓർമ്മക്ക് വേണ്ടിട്ട് എടുത്തു വെച്ചാണ്. അതിപ്പോ ഒരു തെളിവായി തരേണ്ടി വരുന്നത്. പോയതിന്റെ പിറ്റേ ദിവസം 17-ാം തീയതി അവർ ഉള്ളു പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെയിന് വന്ന വീഡിയോ ആണിത്. അതിന് ശേഷം അത് വേദന സഹിച്ചുകൊണ്ടിരിക്കണ്ടേ. അതിന് ശേഷം പിന്നെ 19-ാം തീയതി അവര് എന്താണ് ഇതിന് മരുന്ന് വെച്ചിട്ട് ഉള്ളിൽ ട്യൂബിട്ട് മരുന്ന് വെച്ചിട്ട് അത് വേദന വന്നിട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ. മക്കൾ ചോദിച്ച് കരയുന്നത് എനിക്ക് പറക്കാൻ ഇത് കിട്ടണം. എന്റെ താത്താനും എന്തായാലും കിട്ടില്ല. പക്ഷെ ഇനി ഇതുപോലെ ആർക്കും ഉണ്ടാവരുത്. അവർക്ക് പറ്റിക്ക് പറയായിരുന്നേ ഞങ്ങൾ ഓപ്പറേഷന് റെഡിയാണ്, നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു. രാത്രി 11 മണി മുതൽ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞു. അവര് 19-ാം തീയതി രാത്രി വന്നിട്ട് പറഞ്ഞു ഡ്രസ്സ് ഇങ്ങനെ ഷർട്ടും കൊണ്ട് വാങ്ങിച്ചു വെച്ചു. 12 മണിക്ക് മുതൽ ഭക്ഷണം കൊടുക്കരുത് പറഞ്ഞു. ഞാൻ അലാറം വെച്ച് എണീച്ചു. 11 മണിക്ക് എണീച്ചിട്ട് താത്താക്ക് ഭക്ഷണം കൊടുത്തു. ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലാത്ത രാവിലെ തൈറോയിഡിന്റെ ഗുളിക മാത്രം കഴിക്കാനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ രാവിലെ പിറ്റേ ദിവസം 2ാമത്തെ നോമ്പാണ്. നോമ്പെടുക്കാൻ അത്താഴം കഴിക്കാൻ എണീച്ചിട്ട് അതൊക്കെ അതും കൊടുത്തു. തൈറോയിഡിന്റെ ഗുളികക്കുള്ള വെള്ളം മാത്രം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു. അപ്പത്തേ അവർ വന്ന് വിളിച്ചു. 5 മണിയായപ്പോ അവർ വന്ന് വിളിച്ചു മരുന്ന് വെക്കാ പറഞ്ഞിട്ട്. 9:30 ആയപ്പോ അന്ന് 9:30 ആയപ്പോ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 9:30 ആയപ്പോ ഞാൻ ഇത്ര നേരം ഞാൻ നോക്കി പെയിന് വരുന്ന കാണാനില്ല, വികസനം വരുന്ന കാണാനില്ല. ഇത് നമുക്ക് ഇനി മറ്റേ രാധാമേട്ടൻ ഉണ്ടാവും, ഞാൻ എന്തായാലും പോകുകയാണെങ്കിൽ അച്ഛനെ ഡോക്ടറെ കാണിക്കാണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പോയി. എന്നിട്ട് ഒരു 10:30 ആയപ്പത്തിനാണ് എന്റെ അളിയൻ വന്നിട്ട് പറയുന്നത് എല്ലാവരും കൂട്ടിട്ട് വരുന്നു എന്താണാവോ പറഞ്ഞിട്ട് അളിയൻ ആകെ വേദന. പിന്നെ ഇവിടുന്ന് കയറ്റിയത് ഒരു 11:45 ഞങ്ങള് PK ദാസിലെത്തി. അപ്പൊ ഒരു 11:30 ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ടാവും. ആംബുലൻസ് കയറ്റുന്നായിരുന്നു ഞാൻ കറക്റ്റ് നോക്കിയില്ല. 11:45 ഞാൻ അവിടെ എത്തി. കാരണം ആ സമയത്ത് എന്റെ ഉമ്മക്ക് ഞാൻ വോയിസ് അടിച്ച് ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിളിച്ചോണ്ടിരിക്കുമ്പോ എന്തായി അപ്പൊ ഞാൻ PK ദാസ്ക്ക് വന്നിട്ടുണ്ട് ഉമ്മ, താത്ത ചെറുതേ ഒന്ന് ബോധം പോയി, നിങ്ങൾ ടെൻഷൻ ആകുമൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞാൻ ഉമ്മക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സമയമായി ഇപ്പൊ എനിക്ക് നോക്കി വെച്ചിട്ട് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു തെളിവായിട്ടാണ് അത്. ഇതൊക്കെ എനിക്ക് പഠിച്ചു കാണിച്ചത്. അവര് ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവസാന സമയം വെച്ചിട്ട് അവർക്ക് ഓപ്പറേഷൻ ചെയ്തുകൂടെ? എല്ലാ സജ്ജീകരണവും ഉണ്ട്. അനസ്തേഷ്യന്റെ ഡോക്ടറിന്റെ ലീവിനനുസരിച്ചിട്ട് അത്രയും ദിവസം എന്റെ താത്ത് 4-5 ദിവസം വേദന സഹിച്ചിരുന്നു. 12 മണിക്ക് ശേഷം ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രാവിലെ എണീച്ച് അവര് സുഖപ്രസവത്തിന് പിന്നെ നോക്കിയപ്പോഴോ വയറ് കഴുകിക്കുക, ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരിക്കുന്നത്. താത്താരെ കൊണ്ട് പെറ്റ് വയറ് കഴുകുക. അതിന് ആരോഗ്യം വേണ്ട. BP ലോവായി പിന്നെ ഗ്ലൂക്കോസ് കയറ്റില്ല. എന്തൊക്കെയാ ചെയ്ത് അവസാനായിട്ട് ഒരു പൈതലിന് വേണ്ടിട്ടാ പഠിച്ചു ഇത്രയും വേദന സഹിച്ചിട്ട്. ഞങ്ങൾക്ക് പാവങ്ങളായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൂട്ടില്ല. പിന്നെ ഞാൻ അതിന്റെ പിന്നിലാണ് വണ്ടിയായിട്ട് പോയത്. ഞാനവിടെ ചെന്ന് കാഷ്വാലിറ്റി ചെന്ന് നോക്കുമ്പോൾ ഒരു CPR കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ മാറി നിൽക്കാൻ അവിടെ ഉള്ള കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർമാരാണ് അതിൻ്റെ CPR കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളൊരു 10 മിനിറ്റ് കൂടി CPR കണ്ടിന്യൂ ചെയ്യും, അതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യും, മരണപ്പെട്ടതായിട്ട് അറിയിക്കുന്നതാണ് പറഞ്ഞത്. വേറെ നോക്കാനില്ലാന്ന് പറഞ്ഞു. ഇവിടെ പുറത്ത് വന്നിട്ട് മിനി ഡോക്ടർ പുറത്ത് വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു നോക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ഇത് പിന്നെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, അറ്റാക്ക് സംഭവിച്ച പോലെയുള്ള ഇതാണ് കാണാനുള്ളത്, അങ്ങനെ സ്വാഭാവികമായിട്ടും വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതിന് ശേഷം അവർ ചെയ്തു. പിന്നെ അതിൻ്റെ 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ചികിത്സിച്ചതിൻ്റെ രേഖയും കാര്യങ്ങളും ഒന്നും അവിടെ ആശുപത്രി അവിടെയും കൊടുത്തിട്ടില്ല, ഞങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല.
പിന്നെ അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്വസ്റ്റ് നടപടിക്ക് വേണ്ടിയിട്ട് പിറ്റേ ദിവസം ശനിയാഴ്ച PK ദാസിൽ ചെന്നപ്പോൾ അവിടുത്തെ പോലീസുകാരെ പറഞ്ഞ് ഇതിൻ്റെ കടലാസ് വേണം പറഞ്ഞു, അതുണ്ടെങ്കിലേ മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരൻ എൻ്റെ ജ്യേഷ്ഠനെയാണ് പറഞ്ഞയച്ചാൽ. അത് പറഞ്ഞയച്ച് നോക്കുമ്പോൾ അവർ 10-ാം തീയതി വരെക്കുള്ളത് കൊടുത്തയച്ചു. തിങ്കളാഴ്ച അഡ്മിറ്റ് ആക്കിയത് മുതൽ വെള്ളിയാഴ്ച വരെയുള്ള പേപ്പറൊന്നും അവർ തന്നയച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് ഇടപെട്ട് എന്നിട്ട് ഞങ്ങളവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ പോലീസ് സർജൻ്റെ മുമ്പാകെ അവർ കൊടുത്ത വെള്ള പേപ്പറിൽ ജസ്റ്റ് എഴുതിയിട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് 2ാം പ്രാവശ്യം പിന്നെ ബോഡി മോർച്ചറിയിൽ അവിടെ സൂക്ഷിച്ചതിന് ശേഷം ഇവിടെ CSRമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പിന്നെ വന്ന് ആശുപത്രിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഈ പേപ്പർ കൊടുക്കുന്നത്. എങ്ങനെ 16-ാം തീയതി തിങ്കളാഴ്ച 10-ാം തീയതി വരെ നമ്മൾ കണ്ടിന്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ പ്രഗ്നൻസി പീരീഡ് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ ഇതുവരെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള ഫുള്ള് പേപ്പർ ഫയലാണ് നമ്മൾക്കുള്ളത്, ആദ്യം മുതലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഡോക്ടറെ കയ്യിലുണ്ടായിരുന്നത്.